Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ പരിചയപ്പെട്ടു. 45, 45, 90 ഡിഗ്രി ആംഗിൾസ് ഉള്ള ട്രയാങ്കിളും മറ്റൊരു ട്രയാങ്കിൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസ് ഉള്ള ട്രയാങ്കിളുമാണ്. ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ കുറിച്ച് നമ്മൾ പഠിച്ചു. ആദ്യത്തെ ട്രയാങ്കിൾ 1:1:√2 ആണ് അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ. രണ്ടാമത്തെ ട്രയാങ്കിളിൽ റേഷ്യോ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു 1:√3:2 എന്ന് പഠിച്ചു. ഏറ്റവും അവസാനത്തിൽ നമ്മൾ ഈ ആംഗിൾസ് അല്ല തരുന്നതെങ്കിൽ വ്യത്യസ്തമായ ആംഗിൾസ് തന്നാലും ചില കേസസിൽ നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിൾ ചെയ്തു. മറ്റൊന്നിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് മാത്രം തന്നാൽ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് എങ്ങനെ കണ്ടെത്താമെന്നും പഠിച്ചു. ഇനി നമ്മൾ അതിനെ തുടർന്ന് വരുന്ന എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ചെയ്യുന്നത്. പേജ് 103 നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. പേജ് 103 ക്വസ്റ്റ്യൻ 1. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ വൺ ആംഗിൾ ഈസ് 120 ഡിഗ്രി ആൻഡ് ടു സൈഡ്സ് ആർ 4 സെൻറ്റിമീറ്റർ ഈച്ച്. ഇത് 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 4 സെൻറ്റിമീറ്റർ ആണ്. ദിസ് ആംഗിൾ ഈസ് 120 ഡിഗ്രി. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ ഈ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ഈ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്ത് എത്രയാണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദിസ് വെർട്ടെക്സ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നീളം എന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എത്രയാണെന്ന് കാണണം. പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്നും കാണണം. അപ്പോൾ ഇവിടെ ഈ രണ്ട് സൈഡ്സും ഈക്വലാണ്. രണ്ട് സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഓൾട്ടിറ്റ്യൂഡ് വരച്ച് കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഇത് 90 ആകും. മാത്രമല്ല ഈ 120 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. കാരണം ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയതുകൊണ്ടുള്ള പ്രത്യേകതയാണ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഐസോസെലസ് ട്രയാങ്കിളിലെ ഈക്വൽ സൈഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ആംഗിൾ ബൈസെക്റ്റ് ചെയ്യപ്പെടും. അത് നമ്മൾ 8ാം ക്ലാസ് പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് 60 ആയി മാറും. അതേപോലെ തന്നെ ഈ ആംഗിളും എന്തായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ 120 ഹാഫ് ആൻഡ് ഹാഫ് ആയി മാറും. അപ്പോൾ ഇത് 60യും ഇത് 90യും ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി 30. അതേപോലെ തന്നെ ഇവിടെയും ആംഗിൾ എത്ര ആയിരിക്കും? 30 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 30, 60, 90 ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ നമുക്കറിയാം. അപ്പോൾ ഇത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ലോങ്ങസ്റ്റ് സൈഡ്, അത് ഹൈപ്പോട്ട്ന്യൂസാണ്. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസിൻ്റെ നേർ പകുതി ആയിരിക്കും 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 2, ഈ ഡിസ്റ്റൻസ് 2 എന്ന് കിട്ടും. ഇത് 2 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 60ക്ക് ഓപ്പോസിറ്റിലുള്ളത് 2√3 ആയിരിക്കും. അപ്പോൾ ഇത് 2√3 ആവുമെങ്കിൽ അതേപോലെ തന്നെ ഇവിടെയും 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്താണ്? 2√3 തന്നെയാണ്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് ഒരു ചോദ്യം. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് distance is equal to 2 centimeter. 2 centimeter ആണ് perpendicular distance. അടുത്തത് what is the area of this triangle എന്നാണ്. ഓക്കെ, രണ്ടാമത്തത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് BH. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 2√3 പ്ലസ് 2√3 എന്ന് പറഞ്ഞാൽ 4√3 ആയി മാറും. ഓക്കെ, 2x പ്ലസ് 2x ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? 4x എന്ന് എഴുതും. അതുപോലെ 2√3 പ്ലസ് 2√3 എന്നുള്ളത് 4√3. അപ്പോൾ ബേസ് ഈസ് 4√3 ഇൻറ്റു ഹൈറ്റ് നമുക്കിപ്പോൾ കിട്ടി 2. ഓക്കെ, അപ്പോൾ ഈ ഹാഫിലെ ഡിനോമിനേറ്ററിലെ 2ഉം ഈ 2ഉം തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ബാക്കി വരുന്നത് 4√3 മാത്രമാണ്. സോ 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ, അതാണെന്ത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി.
ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിളും അല്ലെങ്കിൽ ഈ 120 ഡിഗ്രി മെഷറുള്ള ആംഗിളിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും നമുക്ക് കിട്ടി. ഓക്കെ, സോ വി ഗോട്ട് ദി ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടിയിരിക്കുകയാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. In each of the following parallelograms, find the distance between the top and bottom side. Calculate the area of each parallelogram. ഇപ്പോൾ രണ്ട് പാരലോഗ്രാം തന്നിട്ടുണ്ട്. ഒന്ന് ബ്ലൂ ആണ്, മറ്റൊന്ന് ഗ്രീൻ ആണ്. രണ്ടിലും മെഷേഴ്സിലൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. മെഷേഴ്സിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത സൈഡ്സ് 2 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും തന്നെയാണ് രണ്ട് പാരലോഗ്രാമിലും. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദി ആംഗിൾ ബിറ്റ്വീൻ ദ സൈഡ്സ് ആണ്. ഒന്നിൽ ആംഗിൾ ബിറ്റ്വീൻ ദ സൈഡ്സ് ഈസ് 45 ഡിഗ്രി, രണ്ടാമത്തതിൽ ആംഗിൾ ബിറ്റ്വീൻ ദ സൈഡ്സ് ഈസ് 60 ഡിഗ്രി. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇതിൽ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്, മുകളിലും താഴെയുള്ള രണ്ട് സൈഡ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തണം. അതേപോലെ തന്നെ ഏരിയ ഓഫ് ദ പാരലോഗ്രാമും കണ്ടെത്തണം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫിഗർ ഇങ്ങനെയാണ്. ഇതിൽ ദിസ് വൺ ഈസ് 45 ഡിഗ്രിയാണ്. ഇവിടെ 4 സെൻറ്റിമീറ്ററും ഇവിടെ 2 സെൻറ്റിമീറ്ററുമാണ് ലെങ്ത് ഉള്ളത്. ഓക്കെ, 2 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം. ഇത് രണ്ടുമാണ് പാരലൽ സൈഡ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ആകുമ്പോൾ മാത്രമേ അത് ഡിസ്റ്റൻസ് ആയി മാറുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ചരിച്ച് വരച്ചാൽ ദാറ്റ് ഈസ് നോട്ട് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള അകലം, അതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചരിച്ച് വരച്ചാൽ നീളം കൂടിപ്പോകും. അപ്പോൾ ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ 90 ഡിഗ്രി ആകുമ്പോൾ മാത്രമേ അതിനെ നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് ഈ പാരലൽ സൈഡ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 90, ഇവിടെ 45 ആണെങ്കിൽ ഇതും എന്ത് തന്നെ മാറും? 45 ആയി മാറും. കാരണം ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണമല്ലോ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 2 ആണെങ്കിൽ അതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പോൾ ഇത് 2/√2 ആണ്. ഇവിടെയും അതേപോലെ തന്നെ 2/√2 ആണ്. ഓക്കെ, 2/√2, ഇവിടെയും 2/√2. അപ്പോൾ നേരത്തെ ഞാൻ ഈ റേഷ്യോ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെ √2 എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? മുകളിലുള്ള നമ്പറിൻ്റെ ഹാഫ് എഴുതിയിട്ട് അതിൻ്റെ കൂടെ √2 എഴുതിയാൽ മതി. അപ്പോൾ 2/√2 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഹാഫ് 1. അപ്പോൾ 1√2 എന്ന് എഴുതാം. 1√2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √2 ആണ്. അപ്പോൾ ഇത് √2 ആണെന്ന് പറയാം. ഓക്കെ, അതേപോലെ ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? √2 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ 2/√2 ഈസ് ഈക്വൽ ടു വാട്ട്? √2. നേരത്തെ ഞാൻ പറഞ്ഞതാണ് 4/√2 ആണെങ്കിൽ അതിന് പകരം എന്ത് എഴുതാം? 2√2 എന്ന് എഴുതാം. ഈ 4ൻ്റെ ഹാഫ് എടുക്കുക. 10/√2 ഈസ് ഈക്വൽ ടു 5√2 ഇങ്ങനെ എഴുതാം. അപ്പോൾ 2/√2, 2ൻ്റെ ഹാഫ് 1 × √2 എന്ന് പറഞ്ഞാൽ √2. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? √2 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി എന്ത് കാണണം? ഏരിയ കാണണം. ഓക്കെ, പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല BH ആണ്. BH മീൻസ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഈ രണ്ട് പാരലൽ സൈഡ്സിലുള്ള ഒരു സൈഡിൻ്റെ ലെങ്ത്ത്, രണ്ട് പാരലൽ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒന്നിൻ്റെ ലെങ്ത്ത് ബൈ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ബേസ് ഇൻറ്റു ഹൈറ്റ്, അതാണ് എന്ത്? ഏരിയ ഓഫ് പാരലലോഗ്രാം. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്
ഇസ് ഈക്വൽ ടു √2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ. രണ്ടാമത്തത് ഏരിയ ഓഫ് പാരലോഗ്രാം. ഏരിയ ഓഫ് പാരലോഗ്രാം ഈസ് ഈക്വൽ ടു BH, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എത്രയാണ്? 4. ഓക്കെ. ഇവിടെ നേരത്തെ തന്നെ തന്നിരുന്നു ഈ സൈഡ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ 4 ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു √2 എന്ന് കിട്ടി. സോ 4 √2 സെൻറ്റിമീറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് ദി ഏരിയ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് പാരലോഗ്രാം കിട്ടി. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഫിഗറിൻ്റെ എന്ത് കിട്ടി? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡും ഏരിയ ഓഫ് പാരലോഗ്രാം രണ്ടും നമുക്ക് കിട്ടി. ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു ഫിഗറും കൂടെ ഉണ്ട്. ആ രണ്ടാമത്തെ ഫിഗറിൽ ദ ഓൺലി ഡിഫറൻസ് ഇസ് വാട്ട്? ഈ 45 ഡിഗ്രിക്ക് പകരം എന്ത് തന്നിട്ടുണ്ട്? 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫിഗറിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ വേറെ തന്നെ വരച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫിഗറിൽ ആകെയുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ 60 ആണ്, രണ്ടാമത്തെ ഫിഗറിൽ. ഓക്കെ. അപ്പോൾ അവിടെ 60 ആകുമ്പം ഇത് എത്രയായി മാറും? 30 ആയി മാറും. അപ്പോൾ ഈ ഹൈപ്പോട്ട്ന്യൂസ് 2 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2ന് നേർ പകുതി 1 ആയിരിക്കും. അപ്പോൾ ഇത് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് √3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി. ഹൈറ്റ് ഈസ് √3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. എന്നിട്ട് നേരത്തെയുള്ള അതേ ഫോർമുല തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏരിയയും കാണാം. സോ അപ്പോൾ ഇത് രണ്ടാമത്തെ, അതിൽ സെക്കൻഡ് ഫിഗറാണ് കേട്ടോ. സെക്കൻഡ് ഫിഗറിലെ കാര്യമാണ് ഇനി പറയുന്നത്. സെക്കൻഡ് ഫിഗർ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് ഈസ് √3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഏരിയ ഈസ് ഈക്വൽ ടു BH, ദാറ്റ് ഈസ് 4 ഇൻറ്റു √3. ഓക്കെ. അപ്പോൾ 4 √3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നായി മാറും ഏരിയ. ഓക്കെ. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഫിഗറിൻ്റെ ആൻസറും ആയി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് ആൻഡ് ദി ഏരിയ ഓഫ് ദ പാരലോഗ്രാം രണ്ടും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? Rectangular board is to be cut along the diagonal and the pieces rearranged to form an equilateral triangle as shown below. The sides of the triangle must be 50 centimeters. What should be the length and breadth of the rectangle? അപ്പോൾ റെക്ടാങ്കുലർ ബോർഡ് ഉണ്ട്. ആ റെക്ടാങ്കുലർ ബോർഡിനെ ഡയഗണലിലൂടെ കട്ട് ചെയ്ത് 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റുക. എന്നിട്ട് ആ ട്രയാങ്കിൾസിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാക്കി മാറ്റണം. അങ്ങനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടുമ്പോൾ ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 50 സെൻറ്റിമീറ്റർ ആവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ റെക്റ്റാങ്കിൾ ബോർഡ് എടുക്കേണ്ടത്, അതിനെ കട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ റെക്റ്റാങ്കിൾ ബോർഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയായിരിക്കണം? എത്ര ലെങ്ത്തും എത്ര ബ്രെഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിൾ ബോർഡ് എടുത്തിട്ട് അതിൻ്റെ ഡയഗണലിലൂടെ കട്ട് ചെയ്ത് 2 പീസാക്കി റീഅറേഞ്ച് ചെയ്ത് വെച്ചാലാണ് ഒരു സൈഡ് 50 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടുക എന്നാണ് ചോദ്യം. അപ്പോൾ ആ റെക്റ്റാങ്കിൾ ഷീറ്റിൻ്റെ റെക്റ്റാങ്കുലർ ബോർഡിൻ്റെ എന്ത് കാണണം? ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കണ്ടെത്തണം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ഇതൊരു എന്താണ്? റെക്റ്റാങ്കുലർ ബോർഡാണ്. ഈ റെക്റ്റാങ്കുലർ ബോർഡിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് ഈ പീസ് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. ഓക്കെ. നീക്കി വെക്കുന്നു. ഈ പീസാണ് ഇത്. ഓക്കെ. ഈ പീസ് ഇങ്ങനെ തല തിരിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. സോ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്.
ഇത് ഇങ്ങോട്ട് താഴോട്ട് മാറ്റി തിരിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചാൽ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടണം. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത അതിൻ്റെ ഒരു സൈഡ് 50 സെൻറ്റിമീറ്റർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് 50 ആവുന്ന രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വരയ്ക്കേണ്ടത്. സോ വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? നിങ്ങൾ എടുക്കുന്ന റെക്റ്റാങ്കുലാർ ബോർഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ഈ കിട്ടേണ്ടത് എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പം അതിൻ്റെ ആംഗിൾസ് ഒക്കെ എത്രയായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് എന്തായിരിക്കും? ഈ ആംഗിളാണ് ഇത്. അപ്പോൾ ഇത് 90 ആയതുകൊണ്ട് ഇത് 90 ആയിരിക്കും. അപ്പോൾ ഇതും 90 ആയിരിക്കും. അപ്പോൾ 60 90 വന്നു കഴിഞ്ഞാൽ ദിസ് വിൽ ബി 30 ആൻഡ് ദിസ് ഈസ് 30. ഓക്കെ. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ ഒരു ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടെന്യൂസാണ് 50. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ 50ൻ്റെ നേരെ ഹാഫ് ആയിരിക്കും, 25 ആയിരിക്കും. 25 ഇവിടെയും അതേപോലെ തന്നെ 25 ആയിരിക്കും. അങ്ങനെയാണ് 25 + 25 ഈസ് ഈക്വൽ ടു ദിസ് സൈഡ് ഈസ് 50 ആയി മാറുന്നത്. ഓക്കെ. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഇൻറ്റു √3 ആയിരിക്കും. അപ്പോൾ ഇത് 25 √3 ആയിരിക്കും ഈ സൈഡ്. 25 √3. ഓക്കെ. അപ്പോൾ ഈ ഫിഗറിലേക്ക് നമ്മൾ വന്നാൽ ഈ സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. സോ ദിസ് ഈസ് 25. ഇത് ഏതാണ്? ഇതാണ്. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് 25 √3 ഇങ്ങനെ വരും. 25 √3. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് കിട്ടി. ലെങ്ത് ഈസ് 25 √3 ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 25. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ബോർഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ ലെങ്ത്ത് മസ്റ്റ് ബി 25 √3 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് മസ്റ്റ് ബി 25 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ലെങ്ത് ഓഫ് റെക്റ്റാങ്കുലാർ ബോർഡ് is equal to 25 √3 and breadth is equal to 25. രണ്ടും സെൻറ്റിമീറ്റർ ആണ്. കാരണം ഇതിൻ്റെ ഒരു സൈഡ് എത്ര ആയിരിക്കണം എന്ന് പറഞ്ഞത്? സെൻറ്റിമീറ്റർ ആയിരിക്കണം എന്ന് പറഞ്ഞത് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാ മെഷേഴ്സും സെൻറ്റിമീറ്ററിലായിരിക്കും. സോ ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കുലർ ബോഡി ഈസ് 25 √3 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 25 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ. ഇനി calculate the area of fourth question ആണ്. The two rectangles are cut along the diagonal and the triangles are to be joined to another rectangle to make a regular hexagon as shown below. If the sides of the hexagon are to be 30 centimeters, what should be the length and breadth of the rectangles? അപ്പോൾ 3 റെക്റ്റാങ്കിൾസ് ഉണ്ട്. അതിൽ 2 ഒരേ വലുപ്പത്തിലുള്ള ചെറിയ റെക്റ്റാങ്കിൾസ് ആണ്. മൂന്നാമത്തത് കുറച്ച് വലിയ ഒരു റെക്റ്റാങ്കിളാണ്. വലിയ റെക്റ്റാങ്കിൾ കട്ട് ചെയ്യുന്നില്ല, മറ്റേ രണ്ടും ഡയഗണലിലൂടെ കട്ട് ചെയ്തിട്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആക്കി മാറ്റുന്നു. എന്നിട്ട് അതെല്ലാം റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ, മറ്റ് 2 റെക്റ്റാങ്കിൾസ് ഉണ്ട്. ഒരേ വലിപ്പമുള്ള 2 റെക്റ്റാങ്കിൾസാണ്, ചെറുത് 2. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് കട്ട് ചെയ്യുന്നു. ഇത് രണ്ടും ഡയഗണലിലൂടെ കട്ട് ചെയ്യുന്നു. അപ്പോൾ 2 4
റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾസ് കിട്ടും. ആ റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾസ് വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എന്തുണ്ടാക്കുന്നു? റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ട്രയാങ്കിൾ അങ്ങനെ തന്നെ, ഈ റെക്റ്റാങ്കിൾ അങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ വെക്കുന്നു. എന്നിട്ട് ഇതിനെ ഈ 2 പീസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, ഇങ്ങനെ വെക്കുന്നു. അതുപോലെ ഇതിനെ 2 പീസസ് എടുത്തിട്ട് ഇവിടെ വെക്കുന്നു. അങ്ങനെ എന്ത് കിട്ടുന്നു? ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കുകയാണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും എന്താവണം? എല്ലാ സൈഡ്സും ഈക്വൽ ആവണം, എല്ലാ ആംഗിൾസും ഈക്വൽ ആവണം. അങ്ങനെയുള്ള ഒരു ഹെക്സഗണിനെയാണ് നമ്മൾ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ, അതായത് ഈ റെക്റ്റാങ്കിൾ അങ്ങനെ തന്നെ അവിടെ വെച്ചു, മറ്റ് 2 റെക്റ്റാങ്കിൾസ് കട്ട് ചെയ്തിട്ട് 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആക്കി അത് റീഅറേഞ്ച് വെച്ചിട്ട് ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കണം? ആംഗിൾസൊക്കെ റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗിൾസായി മാറണം. റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗിൾസ് എത്രയാണെന്നൊക്കെ നമ്മൾ 8ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. ഓരോ ആംഗിളും 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 2 സൈഡ്സിനും ഇടയിലുള്ള ഈ ആംഗിൾ എത്രയായിരിക്കണം? 120 ആണ്. അതുപോലെ ഇത് 120 ആവണം, ഇവിടെ ഈ 2 സൈഡ്സിനിടയിൽ 120 ആവണം, ഇവിടെ. അപ്പോൾ എല്ലാ ഭാഗത്തും 120 ആംഗിൾ വരണം എന്ന് മനസ്സിലാക്കുക. പിന്നെ സൈഡൊക്കെ എത്രയായിരിക്കണം എന്ന് പറയുന്നത്? എല്ലാ സൈഡ്സും 30 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ സൈഡ്സും 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 30 സെൻറ്റിമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. ഇതും 30 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഇവിടെയൊക്കെ 30 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഈ റെക്റ്റാങ്കിളാണിത്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ എന്ത് കിട്ടി? ബ്രെഡ്ത്ത് കിട്ടി. ഇനി റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്താണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അതേപോലെ ഈ ട്രയാങ്കിൾസാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ 90 ആണ്. ആ 90 ആംഗിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ട്രയാങ്കിളുടെയും 90 ഡിഗ്രി ആംഗിൾസാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ടസ്റ്റ് സൈഡാണ് ഇത്. ഓക്കെ, ഈ നീളം കൂടിയ സൈഡാണ് ഇത് രണ്ടും. ഓക്കെ, ഈ ഡയഗണൽ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലാണ് ഇവിടുത്തെ ഈ സൈഡ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊക്കെ 30 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ ആംഗിളും എത്രയാണ്? 120 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇതിനെ കട്ട് ചെയ്താൽ കിട്ടുന്നത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ ഈ 2 ആംഗിളും സെയിം ആണ്. അപ്പോൾ ഈ ആംഗിൾ ടോട്ടൽ എത്രയാണ്? 120 ആണ്. അപ്പോൾ അതിൽ ഓരോന്നും എത്രയായി മാറണം? 60 ആയി മാറണം. സോ ദിസ് ആംഗിൾ ഈസ് 60. അതുപോലെ തന്നെ ഈ ആംഗിളും എന്താണ്? 60 ആണ്. അത് രണ്ടും 60 ഡിഗ്രി ആംഗിൾസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 30 ആയിരിക്കും. ഇവിടെയും അതേപോലെ തന്നെ 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 30 ആണെങ്കിൽ, ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസാണിത്. 30 ആണെങ്കിൽ ഈ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഈ 30യുടെ നേർ പകുതിയായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെയുള്ള 60 ഡിഗ്രി എന്നുള്ളത് മായ്ച്ച് കളയുന്നു. 60 തന്നെയാണെന്ന് ഓർക്കുക. എനിക്ക് ഇവിടെ എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 30, ഇത് 60. ഈ ഹൈപ്പോട്ടന്യൂസ് 30 സെൻറ്റിമീറ്റർ. ഹൈപ്പോട്ടന്യൂസിന് നേർ പകുതിയായിരിക്കും 30 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ്. സോ ദിസ് സൈഡ് ഈസ് വാട്ട്? ദിസ് സൈഡ് ഈസ് 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇത് 15 സെൻറ്റിമീറ്റർ ആണ്. ഈ സൈഡ് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് 15 × √3 ആയിരിക്കും. ഓക്കെ, ഇത് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 15 √3 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കിട്ടുകയാണ് 15 √3. ഇത്രയും ഭാഗം 15 √3 ആണ്. ഇത് 15 √3 ആണെങ്കിൽ ഇതേപോലുള്ള ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 30ൻ്റെ പകുതിയായ 15 ആണ്. ഇവിടെ ആംഗിൾ 60 ആണ്. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 15 √3 ആയിരിക്കും. അപ്പോൾ ഇത് 15 √3 തന്നെയാണ്.
അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് എത്രയാണ് 15√3 + 15√3 15√3 + 15√3 15x + 15x ആണെങ്കിൽ ദാറ്റ് വിൽ ബി 30x. അപ്പോൾ അതുപോലെ ഇവിടെ 30√3 എന്ന് കിട്ടും. അപ്പോൾ ഈ ലെങ്ത് എത്രയാണ് 30√3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ലെങ്ത് കിട്ടി 30√3 ആണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും എടുത്തുമായി. ഇനി ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ബ്രെഡ്ത്ത്, ഇതാണ് ലെങ്ത്ത്. അത് ഇവിടെ ഉണ്ട്, ബ്രെഡ്ത്ത് ഈസ് 15. ഓക്കെ, ഇവിടെ എഴുതാം 15. ഓക്കെ, പിന്നെ ഇതാണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ അകലം അല്ലെങ്കിൽ ഈ അകലം എല്ലാം സെയിം ആണ്. അപ്പോൾ ഇതെത്രയാണ് 15√3 ആണ്. അപ്പോൾ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി, വലിയതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. ഇത് രണ്ടും കോൺഗ്രൻ്റ് ആണ്, ഒരേപോലെയുള്ള റെക്റ്റാങ്കിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്തും ലെങ്ത്തും തന്നെയാണ് ഇതിനുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 30 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 30√3 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിളും അതുപോലെ 15 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 15√3 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള 2 റെക്റ്റാങ്കിളും ആണ് കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാലേ ഈ പറയുന്ന മെഷേഴ്സുള്ള, അതായത് എല്ലാ സൈഡ്സും 30 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു റെഗുലർ ഹെക്സഗൺ, അതായത് എല്ലാ ആംഗിൾസും 120 ഡിഗ്രി ആവുന്ന, എല്ലാ സൈഡ്സും 30 ഡിഗ്രി ആകുന്ന ഒരു റെഗുലർ ഹെക്സഗൺ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം, വാട്ട് വുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ലാർജ് റെക്റ്റാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം, ഓക്കെ, ലാർജ് റെക്റ്റാങ്കിൾ അതിനെ സംബന്ധിച്ചിടത്തോളം ലെങ്ത് എത്രയാണ്, ലെങ്ത് ഈസ് ഈക്വൽ ടു 30√3 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി സ്മോൾ റെക്റ്റാങ്കിൾസ്. ഓക്കെ, സ്മോൾ റെക്റ്റാങ്കിൾസിനെ സംബന്ധിച്ചിടത്തോളം ലെങ്ത് എത്രയാണ്, ലെങ്ത് ഈസ് ഈക്വൽ ടു 15√3 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതേ മെഷേഴ്സുള്ള റെക്റ്റാങ്കിൾസ് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി ഈ എക്സസൈസിൽ പേജ് 104 ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ദാറ്റ് ക്വസ്റ്റ്യൻ വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അതിനുശേഷം ന്യൂ മെഷേഴ്സ് ഓഫ് ആംഗിൾസ് എന്നുള്ള ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം. So thank you for watching and see you next day.